നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. അത്യുന്നതനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, ഈ പ്രിയ മകൻ എബിൻ പോലനായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അനേക യൗവനക്കാര് പാപത്തിന്റെ ഭക്ഷ്യശക്തികൾ അകപ്പെട്ട് പാപത്തിന്റെ പിന്നാലെ പലായനം ചെയ്ത് പാപത്തിന്റെ ശിക്ഷയായ ഒരു നരകത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയ മകന് പാപരഹിതനും പാപപരിഹാരകനുമായ യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കുവാൻ, എല്ലാവരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത് എന്നുള്ള സത്യം തനിക്കും കൂടെ വേണ്ടിയിട്ടാണ് മരിച്ചതെന്ന് മനസ്സിലാക്കുവാനും, അങ്ങനെ കർത്താവ് വിശ്വാസമർപ്പി രക്ഷിക്കപ്പെടുവാൻ ഒരു ദൈവമകനായി തീരുവാൻ അവന് കൊടുത്ത ഭാഗ്യത്തിനായി നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഒരു അനുഗ്രഹീതനായ ദൈവദാസന്റെ മകനായി ഇവിടെ ജനിച്ചു വളർത്തപ്പെടുവാൻ അവന് ദൈവം ഭാഗ്യം നൽകിയല്ലോ. നന്ദിയോടുകൂടെ സ്തോത്രം. ആ കർത്താവിന്റെ ദാസൻ തന്റെ വേല തികച്ച് മഹത്വത്തിൽ അവിടുത്തെ സന്നിധിയിൽ നിന്ന് വിശ്രമിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ മാതാവിന്റെയും അതുപോലെ അവൻ ഉൾപ്പെടുന്ന സഭ, അവനെ അറിയുന്ന സ്നേഹിക്കുന്ന ദൈവദാസന്മാരുടെ ആഗ്രഹവും പ്രാർത്ഥനയായിരുന്നു മകൻ രക്ഷിക്കപ്പെടണം, അവൻ സ്നാനപ്പെടണം, അവൻ ദൈവകൃപയിൽ ജീവിക്കണം എന്നുള്ളത്. ആ പ്രാർത്ഥന ദൈവം കേട്ടതുകൊണ്ട് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. യേശു കർത്താവിനെ കർത്താവിന്റെ രക്ഷിതാവായിട്ട് അംഗീകരിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവം ഭാഗ്യം കൊടുത്തതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് സ്നാനമേൽക്കേണ്ടതിന് അവൻ ദൈവശല്യ സമർപ്പണം ചെയ്ത് ആ വിധത്തിൽ ഒരുങ്ങി കടന്നു വരുവാനും അവന്റെ സ്നാനശിശു നടക്കുവാനും അത് ആ സ്നാനശിശുവിനേക്ക് സാക്ഷ്യം വഹിക്കുവാനും അങ്ങ് ഭാഗ്യം നൽകിയല്ലോ. അതുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുകയാണ്. വരുന്ന ദിവസങ്ങളിൽ സ്നാനപ്പെട്ട് കർത്താവിന്റെ ഒരു ധീര സാക്ഷിയായി അനേക യുവാക്കന്മാർക്ക് ഒരു മാതൃകയുള്ളവനായി അവന് ജീവിക്കുവാൻ അവന് കൃപ കൊടുക്കണമേ. കർത്താവിനെ എവിടെയും മഹത്വപ്പെടുത്തുവാൻ അവന് കൃപ കൊടുക്കണമേ. വല്ലാത്ത ലോകമാണ് കർത്താവേ, ധാരാളം ദൈവകൃപ അങ്ങ് കൊടുക്കണം. ദാനിയേലിനെ പോലെ, യോസേഫിനെ പോലെ പാപത്തെ വെറുത്ത് ഈ വല്ലാത്ത ലോകത്തിൽ ഒരു വിശുദ്ധ ജീവിതം നയിച്ച് വിശുദ്ധനായ കർത്താവിനെ ഉയർത്തുവാൻ അവനെ ബലപ്പെടുത്തണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ ഞങ്ങളുടെ പ്രിയ പിതാവേ. മകൻ എബിൻ പോൾ, വിശുദ്ധ ബൈബിളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തിൻ പ്രകാരം മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ അപ്പോസ്തലന്മാർക്കും മറ്റനവധി ആളുകൾക്കും താൻ പ്രത്യക്ഷനായി. ആ കർത്താവ് 500-ലധികം ആളുകൾ നോക്കി നിൽക്കുമ്പോൾ മടങ്ങി വരാം എന്ന വാക്ക് നൽകി അവിടുന്ന് മഹത്വത്തിലേക്ക് പ്രവേശിച്ചു. ഈ യേശു ക്രിസ്തു കാലതാമസമിന മടങ്ങി വരാനായിട്ട് പോകുകയാണ്. ഈ ലോകത്തിൽ ജനിച്ച, കാൽവരി ക്രൂശിൽ മരിച്ച, അടക്കപ്പെട്ട, ഉയർത്തെഴുന്നേറ്റൊന്നും ജീവിക്കുന്ന യേശു ക്രിസ്തു മകൻ എബിൻ പോളിന്റെ കൂടെ പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടാണ് ക്രൂശിൽ മരിച്ചത് എന്ന് എബിൻ പോൾ വിശ്വസിച്ച് അംഗീകരിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസത്തിന്റെയും ഏറ്റുപറച്ചിലിന്റെയും അടിസ്ഥാനത്തിലും അപ്പോസ്തലിക ഉപദേശപ്രകാരവും കർത്താവിൽ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം എന്നുള്ള വചന വ്യവസ്ഥ പ്രകാരവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽപ്പന അടിസ്ഥാനമാക്കി നിന്നെ ഇപ്പോൾ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. ജീവപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ജീവകിരീടം പ്രാപിക്കും.